ആടാ മക്കളെ, നമുക്കിനി ഡിഫറെൻറ്റ് ഫോഴ്സസ് ഇൻ മെക്കാനിക്സ് എന്നൊരു ടോപ്പിക്സ് പഠിക്കാം. സൈഡിൽ ഇങ്ങനെ എഴുതിക്കേ, ഡിഫറെൻറ്റ് ഫോഴ്സസ് ഇൻ മെക്കാനിക്സ്. മെക്കാനിക്സിൽ വരുന്ന വ്യത്യസ്ത തരം ഫോഴ്സുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഈ ഫോഴ്സുകൾ ഏതൊക്കെയാണ് ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഫോഴ്സുകളുണ്ട്, എന്തൊക്കെയാണ് ആ ഫോഴ്സുകൾ എന്നൊക്കെ മനസ്സിലാക്കണ്ടേ. അതാണ് പരിപാടി. ഡിഫറെൻറ്റ് ഫോഴ്സസ് ഇൻ മെക്കാനിക്സ്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതാണ് ഒന്നാമത്തെ ഫോഴ്സ്. എഴുതിക്കോളൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Gravitational force exists between two masses. It is always attractive. Weight of a body is the gravitational force exerted by Earth on that mass. Okay? അതൊരു പ്രധാനപ്പെട്ട ഫോഴ്സാണ്. രണ്ടാമത്തെ ഫോഴ്സാണ് നോർമൽ റിയാക്ഷൻ. ശരിക്കും കോണ്ടാക്ട് ഫോഴ്സ് എന്നാണ് പറയുക. അതാണ് നന്നാവുക, അങ്ങനെ പഠിക്കുന്നതാണ് നന്നാവുക. രണ്ടാമത്തെ ഫോഴ്സ് ആണെന്ത്? കോണ്ടാക്ട് ഫോഴ്സ്. അങ്ങനെ തന്നെ എഴുതിക്കോളൂ. രണ്ടാമത്തെ ഫോഴ്സാണ് കോണ്ടാക്ട് ഫോഴ്സ്. അതിൽ ഒരാളാണ് നോർമൽ റിയാക്ഷൻ, രണ്ടാമത്തെ ആളാണ് ഫ്രിക്ഷൻ. എഴുതിച്ചോളൂ, കോണ്ടാക്ട് ഫോഴ്സ്, ദ ഫോഴ്സ് existing when two bodies are actually in contact. There are two types of contact forces. One is normal reaction and other is friction. അതിൽ ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ആദ്യത്തേത് എന്താണ്? നോർമൽ റിയാക്ഷൻ. First one is normal reaction. What do you mean by normal reaction? Suppose I place a body over a table. Okay? I place this body over the table. This is a table. ഈ ബോഡി എന്ത് ചെയ്യും? ടേബിളിനെ താഴോട്ട് തള്ളും, അതിൻ്റെ വെയിറ്റ് കാരണം. അപ്പം ടേബിൾ എന്ത് ചെയ്യും? ബോഡീനെ മേലോട്ട് തള്ളും. ബോഡി ടേബിളിനെ താഴോട്ട് തള്ളും. കാര്യം ബോഡീനെ ഭൂമി എന്ത് ചെയ്യുക? താഴോട്ട് വലിക്കുക. ബോഡി ടേബിളിനെ താഴോട്ട് തള്ളുമ്പോൾ ടേബിള് ബോഡീനെ മേലോട്ട് തള്ളും. റിയാക്ഷൻ. അതുകൊണ്ട് നോർമൽ റിയാക്ഷൻ എന്ന് പേര് വിളിച്ചിട്ടുണ്ടാവുക. അത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ആരോടാണോ കോണ്ടാക്റ്റിലിരിക്കുന്നത്, കോണ്ടാക്റ്റിലിരിക്കുന്ന സർഫസ് ആരാ? ടേബിളിൻ്റെ സർഫസാണ്. ആ സർഫസിനത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചോളൂ, normal reaction is the perpendicular reaction felt by a body from a surface when the body and the surface are in contact. ശരി. ഇനി ഫ്രിക്ഷൻ. ഫ്രിക്ഷനും തൊട്ട് നിൽക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എങ്ങനെയാണ് ഫ്രിക്ഷൻ പറയാം? നമ്മൾ ഒരു നിലത്തൂടെ ഒരു വസ്തുവിനെ വലിച്ചു കൊണ്ടുപോകാന്ന് വിചാരിക്കുക. ഓക്കെ? വലിച്ചു കൊണ്ടുപോകുമ്പോൾ, മുന്നോട്ട് വലിക്കുമ്പോൾ ഇവിടെയല്ലേ ഫ്രിക്ഷൻ ഉണ്ടാവുക? നേരത്തെ ഈ കോണ്ടാക്ട്, ഇത് കോണ്ടാക്ട് കാരണം ഉണ്ടായി, അതും കോണ്ടാക്ട് കാരണം ഉണ്ടായി, ഇതും കോണ്ടാക്ട് കാരണം ഉണ്ടായി.
ആ കോണ്ടാക്ട് കാരണം ഉണ്ടായ ഫോഴ്സ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരുന്നു. ഇതല്ലേ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഇങ്ങോട്ടേക്ക് ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ടാകുമ്പോൾ, അങ്ങോട്ടേക്ക് ടെൻഡൻസി ഓഫ് മോഷൻ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് ചലിക്കാൻ നോക്കുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്. എന്ന് വെച്ചാൽ അത് കോണ്ടാക്റ്റിലിരിക്കുന്ന സർഫസിന് പാരലലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും കോണ്ടാക്ട് കൊണ്ട് ഉണ്ടായതാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾസോ arise due to contact between two surfaces. Frictional force is parallel to the surface in contact. അത് സർഫസിന് പാരലൽ ആയിട്ടാണ്. അപ്പോൾ ഇത് വെച്ചോളൂ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾസോ അറൈസസ് ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ ടു സർഫേസസ്. ഒന്ന് ബോഡിയുടെ സർഫസും മറ്റൊന്ന് നിലവും. രണ്ട് സർഫസ് ആവാം. ഒരു പെട്ടീൻ്റെ മേലെ വേറൊരു പെട്ടി. അതിൻ്റെ ചുവട്ടിൽ ഇതാ frictional force is parallel to the surfaces in contact. ഓക്കെ, ഞാൻ ഈ നോർമൽ റിയാക്ഷൻ വേണമെങ്കിൽ വേറൊരു സിമ്പിൾ എക്സാമ്പിളും കൂടെ പറയാം. നമ്മൾ ഇങ്ങനെ നിലത്ത് രണ്ട് വസ്തുവിനെ വെച്ച് വിചാരിക്കാം. അത് പറ്റും. ഇതാ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം കേട്ടോ. ഇത് ബോഡി എ, ഇത് ബോഡി ബി. നമ്മൾ എന്ത് ചെയ്തു? ഒരു പുഷിംഗ് ഫോഴ്സ് കൊടുത്തു വിചാരിക്കുക. ഒരു പുഷിംഗ് ഫോഴ്സ് തള്ളിക്കൊണ്ടുപോവാണ്. ഞാൻ എനെയല്ലേ തള്ളുന്നത്, പക്ഷേ എയും ബിയും കൂടെ മുന്നേ ഒരുമിച്ചല്ലേ പോവാ. ഞാൻ തള്ളിയിട്ടല്ലല്ലോ ബി പോയേ. ഞാൻ ആരെയെ തള്ളിയിട്ടുള്ളൂ? എനെ മാത്രമേ തള്ളിയിട്ടുള്ളൂ. പക്ഷെ ബി മുന്നോട്ട് പോയത് എ ബിനെ തള്ളിയോണ്ട അല്ലേ? അപ്പൊ എ ബിനെ തള്ളുന്നുണ്ട്. ദർ ഇസ് ഫോഴ്സ് ഓൺ എ ബൈ ബി. അതാണ് ആക്ഷൻ എങ്കിൽ, തിരിച്ചപ്പോൾ ബി എന്ത് ചെയ്യും? എനെ തിരിച്ചു തള്ളും. ഫോഴ്സ് ഓൺ ബി, ഫോഴ്സ് ഓൺ ഇത് ഫോഴ്സ് ഓൺ ബി ബൈ എ ആണ്. എനിക്ക് തെറ്റിപ്പോയി. ഇത് ഫോഴ്സ് ഓൺ ബി ബൈ എ ആണ്. ഇത് ഫോഴ്സ് ഓൺ എ ബൈ ബി ആണ്. അപ്പൊ ബിനെ എ മുന്നോട്ട് തള്ളുമ്പോൾ എനെ ബി തിരിച്ചു തള്ളും. ഇത് പറയും, ഇത് ഏത് തരം കോണ്ടാക്ട് ഫോഴ്സാ? അതെ, നോർമൽ റിയാക്ഷൻ. വൈ? അത് സർഫേസിലിരിക്കുന്ന അല്ലെങ്കിൽ കോണ്ടാക്റ്റിലിരിക്കുന്ന സർഫേസുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേസമയം ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. കാര്യം എന്താ? ഈ രണ്ട് ബോഡികളും താഴത്തെ നിലവുമായിട്ട് കോണ്ടാക്റ്റിലാണ്. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അത് സർഫേസിന് പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നത്തെ ഒരു ടൈപ്പ് ഫോഴ്സ് ആണ് ടെൻഷൻ എന്ന് പറയും. ടെൻഷൻ എന്താ? ടെൻഷൻ ഇപ്പൊ നമ്മൾ ഒരു കപ്പിയിലൂടെ, ഒരു കപ്പി ഉപയോഗിച്ച് ബക്കറ്റിൽ നിന്ന് വെള്ളം കോരുക വിചാരിക്കാം. ഓക്കെ, കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുക വിചാരിക്കാം. എങ്ങനെയുണ്ടാവുക? കയറ് വലിഞ്ഞു നിൽക്കൂലേ? കയറ് വലിഞ്ഞു നിൽക്കും. എന്തുകൊണ്ടാണ് കയറ് വലിഞ്ഞു നിൽക്കണേ? വെയിറ്റ് ഇട്ടുണ്ട്. ആ വെയിറ്റ് എന്താ ചെയ്യണ? സത്യത്തില് വെയിറ്റ് കയറിനെ വലിച്ചു നീട്ടാൻ നോക്കുക. ശരി, ഓ വെറുതെ സിമ്പിളായിട്ട് ഒരുപാട് നേരം ചവച്ചു പിടിച്ച ഒരു ബബിൾക്കത്തിന്റെ അല്ലെങ്കിൽ ചൂയിങ്കത്തിന്റെ അറ്റാണ് ഒരു ഭാഗത്ത് പറ്റിച്ച് വെച്ച് വലിച്ചെങ്കിൽ എന്താ സംഭവിക്കുക? ചൂയിങ്കം വലിഞ്ഞു പോകും അല്ലേ? കാരണം ചൂയിങ്കത്തിന് സ്റ്റിഫ്നെസ് ഇല്ല, അവന്റെ ഷേപ്പിൽ നിൽക്കാനുള്ള ടെൻഡൻസി ഇല്ല. പക്ഷെ കയറ് സ്റ്റിഫാണ്, കയറ് സോളിഡാണ്, കയറ് സ്ട്രോങ് ആണ്. കയറിന്റെ ഷേപ്പ് മാറാൻ സമ്മതിക്കൂല. ഈ ബക്കറ്റ് എന്ത് ചെയ്യുന്നു? അതിന്റെ വെയിറ്റ് കാരണം കയറിനെ വലിച്ചു നീട്ടാൻ നോക്കുന്നു. അപ്പൊ കയറിന്റെ മേലെ ഒരു തള്ളി ഇങ്ങോട്ടേക്ക് വരുന്നു. വലിഞ്ഞു പോവാതെ നോക്കാൻ കയറ് അതിനെ, ഇവിടെ ഒരാള് കയറിനെ വലിക്കുന്നു അല്ലേ? ഒരാള് കയറിനെ എഫ് ഫോഴ്സ് വെച്ച് വലിക്കുന്നു. ആ ഫോഴ്സ് എന്താ? ഇവന്റെ വെയിറ്റ് തന്നെയാണ്. ഈ വെയിറ്റ് തന്നെയായിരിക്കും അവിടുത്തെ ഫോഴ്സ് അല്ലെ? ഇവന്റെ വെയിറ്റ് അല്ലേ അവിടെ കൊടുത്താൽ പൊങ്ങുള്ളൂ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണു? കയറിനെ വലിച്ചു നീട്ടാൻ നോക്കുന്നു. കയറ് വലിയാതിരിക്കാൻ വേണ്ടി അയാളെ തിരിച്ചു വലിക്കുന്നു.
ഈ ബക്കറ്റ് കയറിനെ താഴേക്ക് വലിക്കാൻ നോക്കണു. വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കയറ് ബക്കറ്റിനെ മേലേക്ക് വലിക്കണു. അപ്പൊ ഡെവലപ്പ് ചെയ്ത ഫോഴ്സിന്റെ പേരാണ് ടെൻഷൻ. അത് സ്ട്രിങ്സിലാണ് ഹാപ്പൻ ചെയ്യുക. സ്ട്രിങ്ങിലാണ് ടെൻഷൻ ഉണ്ടാവുക. സോ when we try to stretch a string, there develops a force within the string which opposes its stretching. ആ ടെൻഷൻ എപ്പോഴും ബൈ ഡയറക്ഷനിലാണ്. കയറിൽ ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും ഉണ്ടാവും, രണ്ട് ഡയറക്ഷനിലേക്കും ഉണ്ടാവും. അപ്പൊ എഴുതി വെച്ചോളൂ. ടെൻഷൻ, when we try to stretch a string, there develops a force within the string to oppose the deformation of the string. This force is known as tension. കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുക, കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. പരീക്ഷയിൽ ചോദിക്കുമ്പോൾ ആ വേർഡ്സിലേക്ക് അത് എഴുതുക. ടെൻഷൻ ഈസ് ഓൾവേസ് എ ബൈ ഡയറക്ഷണൽ ഫോഴ്സ്. ഇപ്പൊ രണ്ടാൾക്കാര് കയറ് പിടിച്ച് വലിക്കുമ്പോൾ, ഇപ്പോൾ രണ്ടാൾക്കാർ കമ്പവലി മത്സരം നടത്തുക. അപ്പൊ കയറിങ്ങനെ സ്റ്റിഫായി നിൽക്കാനുള്ള കാരണം കയറിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇയാൾ അയാളെ മരിക്കും, അയാൾ ഇയാളെ മരിക്കുന്നുണ്ട്. രണ്ട് ഡയറക്ഷനിലെയും ടെൻഷൻ സെയിം ആയിരിക്കും. അയ്യോ നിങ്ങളെന്ത് വർത്താനം പറയണ, രണ്ട് ഡയറക്ഷനിലെയും ടെൻഷൻ സെയിം ആണെങ്കിൽ പിന്നെ ഒരാളെങ്ങനെയാ ജയിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കണേ. കേട്ടോളെ, ഞാൻ അതിന്റെ ട്രിക്ക് പറഞ്ഞുതരാം. സത്യത്തിൽ ഈ കയറിന്റെ ജോലി ഇവർ രണ്ടാളെയും ചേർത്ത് നിർത്തുന്ന ഒരു സ്റ്റിഫായിട്ടുള്ള മീഡിയം മാത്രമാണ്. ഒരാൾ ജയിക്കുന്നത് കയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ കാരണമല്ല. ഒരാൾ ജയിക്കുന്നത് അയാൾ കാല് വെച്ച് ഭൂമിയിലേക്ക് തള്ളുന്ന ശക്തി ഉപയോഗിച്ചിട്ടാണ്. ടെൻഷൻ രണ്ട് ഭാഗത്തും സെയിം ആയിരിക്കും. എന്നുവെച്ചാൽ ഒരു വടി പോലെ കയർ ഇങ്ങനെ ആക്ട് ചെയ്യും. ഇവരെ രണ്ടാളെയും ചേർത്ത് നിർത്തുന്ന ഒരു വടി പോലെ കയർ ഇങ്ങനെ ആക്ട് ചെയ്യും. എന്നിട്ട് ഭൂമിയിൽ ഒരാൾ എത്ര ശക്തി വെച്ചാണോ തള്ളുന്നത്, എന്നുവെച്ചാൽ ഫ്രിക്ഷൻ ഇല്ലാത്തൊരു നിലത്ത് നിങ്ങൾ കമ്പവലി മത്സരം നടത്തിയാൽ ഒരിക്കലും ആർക്കും ജയിക്കാൻ പറ്റൂല. ഫ്രിക്ഷൻ ഉണ്ടെങ്കിലേ കമ്പവലി നടക്കുള്ളൂ. റഫ് സർഫസിലെ കമ്പവലി നടക്കുള്ളൂ. അപ്പോൾ ഒരാൾ ഭൂമിയിൽ എത്ര കൂടുതൽ ശക്തമായി തള്ളുന്നോ അയാളാണ് ജയിക്കുക. കയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ രണ്ട് ഡയറക്ഷനും സെയിം ആയിരിക്കും. അത് കയറിനെ സ്റ്റിഫാക്കി നിർത്താൻ വേണ്ടി മാത്രമുള്ള ഫോഴ്സാണ്. കണ്ടില്ലേ, ലൈഫായിട്ട് എത്ര ക്ലോസ് മാച്ചിങ് ആണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ട് വരുന്ന ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. ലൈഫ് കാണുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി പിന്നെ നമ്മളീ പഠിക്കുന്നതിനൊക്കെ ഒരു തിയറിറ്റിക്കൽ വേർഷൻ ഉണ്ട്. പ്രാക്ടിക്കാലിറ്റിയിലുള്ള പല കാര്യങ്ങളെയും നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. പ്രാക്ടിക്കാലിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് പഠിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഹയർ സ്റ്റഡീസിലേക്ക് പോകണം. ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്രാക്ടിക്കാലിറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നെഗ്ലക്ട് ചെയ്യും. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ മെക്കാനിക്സിൽ നമ്മുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള വ്യത്യസ്ത തരം ഫോഴ്സുകളെ പരിചയപ്പെടുത്തി. ഇനി ഈ ഫോഴ്സുകൾ ഉപയോഗിച്ച് സിസ്റ്റത്തെ നമ്മൾ പഠിക്കാൻ പോവാണ്. ഒരു സിസ്റ്റത്തെ നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർ ഡൈനാമിക്സ് ആണ് അല്ലേ. പ്രോപ്പർ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുക. ഓൾസോ കൺസിഡറിങ് ദ ഫോഴ്സ്. ഫോഴ്സും കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നതാണ് പ്രോപ്പർ ഡൈനാമിക്സ്. അപ്പോൾ ആദ്യം എന്തൊക്കെ തരത്തിലുള്ള ഫോഴ്സ് ഉണ്ടെന്നൊക്കെ അറിയണ്ടേ, ഏത് ഫോഴ്സാണ് എപ്പോൾ ആക്ട് ചെയ്യാന്നൊക്കെ അറിയണ്ടേ. അതിനുള്ള ശ്രമമാണ് ഇപ്പം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി രസമുള്ള കാര്യത്തിലേക്ക് പോവാണ്. നമ്മൾ ഉഷാറാക്കാൻ പോവാണ്. മിട്ടുക്കന്മാരായിരിക്കുക, നല്ല ശ്രദ്ധയോടിരിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. അടുത്ത ദിവസം കാണാം.